ആർമിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് കമൻ്റായിട്ടൊക്കെ ഞാൻ കണ്ട കാര്യമാണ് ആർമി വെൽഫെയറിനെ കുറിച്ചൊന്ന് പറയണേന്ന്. ഇന്നലെ എനിക്ക് ആ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആർമിയിലെ പല കാര്യങ്ങളും കാണുമ്പോൾ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുപോകാൻ മറന്ന കാര്യങ്ങൾ ഇപ്പോഴും ആർമി ഫോളോ ചെയ്യുന്നില്ല എന്ന് തോന്നാറുണ്ട്. സൈനികന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു റാങ്ക് സിസ്റ്റം ഇല്ലേ, അത് ഈ മീറ്റിങ്ങിലും പ്രതിഫലിക്കാറുണ്ട്. നമ്മളിരിക്കുന്ന സീറ്റിലും കഴിക്കുന്ന പാത്രത്തിലും ഒക്കെ ഇവരുടെ ഈ റാങ്കില്ലേ അത് നിഴലിച്ച് നിൽക്കാറുമുണ്ട്. ചില സ്ത്രീകളുടെ രീതികളൊക്കെ കണ്ട ഇനി അവരാണോ പട്ടാളത്തിലെന്ന് തോന്നിപ്പോവും. ഇനി ഒരു ഇൻസിഡന്റ് പറയാം. എൻ്റെ അടുത്തുള്ളൊരു ദീദി ഇവിടെ ഒരു മീറ്റിങ്ങിലും വരാറില്ല. ഇവിടെ അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നും അല്ല. എന്നിട്ട് ഇവരെന്താ വരാത്തതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരോട് കാര്യം തിരക്കും. അപ്പോൾ അവരുടെ അനുഭവം പറഞ്ഞു. നേരത്തെ നിന്ന യൂണിറ്റിൽ വെൽഫെയർ മീറ്റിംഗ് സ്ട്രിക്റ്റ് ആയിരുന്നു, സാരി കമ്പൾസറി ആണെന്ന്. അതൊക്കെ നമുക്ക് നിയമങ്ങൾ പാലിക്കാവുന്നതേ ഉള്ളൂ. ഇനിയാണ് വിഷയം. എല്ലാവർക്കും ചായ എടുക്കും, പക്ഷേ ഈ സീനിയർ ലേഡീസ് കുടിച്ച് കപ്പ് താഴെ വച്ചതിന് ശേഷമേ ഈ സാധാരണ പട്ടാളക്കാരുടെ ഭാര്യമാർ കുടിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്ക് ആ ചായ തണുത്തു പോയിട്ടുണ്ടാവും. AWWAയുടെ വെബ്സൈറ്റിലൊന്ന് പരാതിപ്പെട്ടിരുന്നെങ്കിൽ 3 കൊല്ലം ഇതൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നു. നല്ല രീതിയിൽ എല്ലാവരും ഒരുപോലെ സന്തോഷങ്ങളും കഴിവുകളും പങ്കെടുപ്പിക്കേണ്ട ഒരിടത്ത് ഇപ്പോഴും ഇങ്ങനത്തെ നിയമങ്ങൾ തുടരുന്ന ഇടങ്ങളുണ്ട് കേട്ടോ. നമ്മളും പഠിച്ചവരാണ്, നമുക്കും വ്യക്തിത്വം ഉണ്ട്. അവിടെ ഒരു പട്ടാളക്കാരന്റെ ഭാര്യ മാത്രമല്ല, സ്വതന്ത്രമായി ചിന്തയുള്ള സ്ത്രീയും കൂടിയാണ്. ബഹുമാനം എന്നത് റാങ്ക് നോക്കി കൊടുക്കേണ്ട ഒന്നല്ല, പരസ്പരം അറിഞ്ഞു കൊടുക്കേണ്ട ഒന്നാണെന്നാണ് എന്റെ വിശ്വാസം. സ്ഥിരം കിട്ടാറുള്ള ജോളയും പട്ടൂരയും കഴിച്ച് ഇന്നലത്തെ വെൽഫെയറിന് വിരാമം. അപ്പൊ സന്തോഷം മാത്രം.